ഹലോ ഗൈസ്, ഇന്ന് എന്റെ ഒരു ഡേ മൈ ലൈഫ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് നോക്കി നോക്ക്. ഹായ് പറയൂ. നല്ലൊരു രസം. ഇടക്കിടക്ക് സ്ഥിരം എന്റെ ഒരു ദിനചര്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പോകുന്നത്. ഒരു ജോലിയുള്ള ദിവസത്തില്. ഇപ്പൊ ഇന്ന് രാവിലെ എനിക്ക് പല്ലൊക്കെ തേച്ച് സെറ്റായിട്ട് നിൽക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ 2-3 ദിവസം മുന്നേ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ട്രയലൊക്കെ ചെയ്ത് നോക്കണം. അൺബോക്സ് ചെയ്യുന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഞാനൊരു ഫ്ലോയിൽ അങ്ങ് ഓർഡർ ചെയ്തതാണ്. പക്ഷെ ഞാൻ പൈസ കൊടുത്തല്ല, എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ഒരാൾ തന്നാട്ടാ. അപ്പൊ അങ്ങനെ പൈസ തന്നിട്ട് ഞാൻ വാങ്ങിച്ച എന്റെ ഡ്രസ്സ് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊക്കെ പറയാം. കൊള്ളാം. അപ്പൊ അതെങ്ങനെയാ ഇരിക്കുന്നതെന്നൊക്കെ നോക്കണം. പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നലെ എനിക്കൊരു ബുക്ക് കിട്ടി. അനുരാഗ പേര് മറന്നുപോയി. അനുരാഗ ലോലയ ഗാത്രി, അങ്ങനെ എന്തോ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കും കൂടി ഇന്നലെ വായിച്ച് സെറ്റായിട്ടിരിക്കുക. പക്ഷെ ബുക്കിന് പേര് എനിക്ക് അറിയായിരുന്നു, ഞാൻ പെട്ടെന്ന് മറന്നു പോയതാട്ടാ. അപ്പൊ ആ ബുക്കൊക്കെ കുറച്ചൊക്കെ വായിച്ച് സെറ്റായിട്ട് നല്ല 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 സ്റ്റോറിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ നമുക്ക് ലവ് സ്റ്റോറി ഒക്കെ വായിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ വായിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു ഇന്നലെ ഫുള്ളും. നൈറ്റ് വന്നിട്ട് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് അതായിരുന്നു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പൊ ഇങ്ങനെ രാവിലെ എണീറ്റിട്ട് അത് അൺബോക്സ് ചെയ്യാം എന്ന് വെച്ചാൽ വന്ന ഡ്രസ്സ് അൺബോക്സ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ വെച്ചാൽ നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ള ഇത് പോയി എടുത്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ വെച്ചാൽ നമുക്ക് നമ്മുടെ ഡ്രസ്സ് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ, എങ്ങനെയാണ് ഇരിക്കണതെന്ന് നോക്കാട്ടോ. ഇപ്പൊ 2 എണ്ണം ഉണ്ട്. ഇതാണ് നമ്മുടെ 2 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2 എണ്ണം തുറന്നു നോക്കാം. നോക്കട്ടെ അല്ല, എല്ലാം ഇങ്ങനെ ആക്കരുത്. റിട്ടേൺ അയക്കണമെങ്കിൽ പിന്നെ നമ്മള് കൊളാക്കിട്ട് കാര്യമായി. നല്ല രീതിക്ക് കിട്ടുമോ നോക്കട്ടെ. കൊള്ളാല്ലേ, രസമുണ്ട്. നോക്കിക്കേ. ഹായ്, കൊള്ളാമോ? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് രസമുണ്ട്. ഇത് കൊള്ളാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു. രസമുണ്ട്. അടുത്ത് നോക്കാമേ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെ. അടുത്ത് നോക്കാം. കളറ് സ്യൂട്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അയ്യോ, ഈ മഞ്ഞായിരുന്ന ഇതെന്താ മറ്റേ മുട്ടയുടെ ഉണ്ണിയുടെ കളറ് പോലെയൊക്കെ ഇരിക്കുന്നത്. ഇടുമ്പോ ഭംഗി ഉണ്ടായാ മതിയായിരുന്നു. തിളങ്ങി നിൽക്കുന്നു. ഈ മഞ്ഞല്ല സത്യത്തിൽ ഞാൻ ഉദ്ദേശിച്ചത്. ഈ മഞ്ഞല്ല എനിക്ക് വേണ്ടേ. എനിക്ക് ഈ മഞ്ഞ വേണ്ട. ഈ വേറെ മഞ്ഞ മതി. ഇത് കൊള്ളാവോ എന്തു ദൈവത്തിന് അറിയാം. എന്താ അമ്മൂമ്മമാരുടെ പോലെ ഉണ്ടാ? കൊഴപ്പില്ല. ഇടുമ്പോ നോക്കാല്ലേ. ഇനിയിപ്പോ നമുക്ക് ഇത് വേടി ഇരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് നോക്കാട്ടാ. ഇനി വള്ളിയൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാൻ ഭംഗിയുണ്ടോന്നുള്ളത്. ചിലപ്പോ ഇട്ട് കഴിയുമ്പോ ഇഷ്ടമായിരിക്കും. ഇപ്പൊ എനിക്ക് വലിയതായിട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടാ, കാര്യമായിട്ട് പറയാം. പക്ഷെ ആ റെഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. റെഡ് എന്ന് പറയാൻ പറ്റില്ല, മെറൂൺ എന്നൊക്കെ പറയണം എന്ന് തോന്നി. ഇത് കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ ആണ്. പക്ഷെ ഇത് ലൂസാണ്, അതൊന്ന് ടൈറ്റ് ആക്കേണ്ട ആവശ്യമുണ്ട്. ഷേപ്പ് അടിച്ചാൽ മതി, ഓക്കെ ആയിരിക്കും. നിങ്ങൾ കാണാനുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൊള്ളാം. ആദ്യത്തെ ഡ്രസ്സ് ഓക്കെ ആയിട്ടുണ്ട്. ഇതിങ്ങനെയാണ് വരുന്നത്. കാണാനുണ്ടോ? കുഴപ്പമില്ല അല്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോ വല്ലവരോടും റിവ്യൂ ചോദിച്ചാൽ മാത്രമേ ഇത് എടുക്കണോ എടുക്കണ്ടേന്ന് എനിക്ക് അറിയുള്ളൂ. എങ്ങനെയുണ്ട് നിങ്ങൾ പറ. കൊള്ളാമോ? കുഴപ്പമില്ല അല്ലേ? എന്തായാലും പറ കേട്ടോ, കൊള്ളാമോ എന്നുള്ളത്. നിങ്ങൾ പറയുമ്പോ ഞാൻ ഓക്കെ ആണെങ്കിൽ എടുക്കാമേ. മുട്ടയുണ്ട്, പപ്പടം ഉണ്ട്, ഇത് ഉപ്പേരി, ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പരിപ്പ് കറി, അങ്ങനെ കുറെ കറി ഉണ്ട്. ഇത് കൂട്ടി നമുക്ക് നല്ല ചോറ് തന്നിട്ട് ഓഫീസിൽ പോവാം.
അങ്ങനെ ഓഫീസിൽ പോയി റെഡിയായി, ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. മഞ്ഞ എന്തായാലും ഞാൻ റിട്ടേൺ അയക്കാനാണ് ചാൻസ്, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ട് ഞാൻ നിൽക്കുവാണ്. അതിനുള്ളില് ഇവിടെ ഒരു നല്ലൊരു മഴ പെയ്ത് തീർന്നു. അത് വേറെ കാര്യം. ഇടക്കിടക്ക് മഴ പെയ്യുന്നു. ഇതിപ്പോ മഴക്കാലം ആവാറായതുകൊണ്ടാണ് ഇടക്കിടക്ക് മഴ പെയ്യുന്നുണ്ട്. എന്നാലും ഒരു രസം ഇങ്ങനെ സത്യം പറഞ്ഞാൽ കിടന്നുറങ്ങാനാണ് തോന്നണേ. പക്ഷെ പോവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ജോലിക്ക്, അതുകൊണ്ട് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ എത്താറായിട്ടുണ്ട്. ഞങ്ങളുടെ തേജസ്വിനി ബിൽഡിംഗ് ആണ്. പിന്നെ ഏതോ ഒരു ഭാഗത്തിന് ഓട്ടോ കിട്ടിയതാട്ടെ, അല്ലെങ്കിൽ കിട്ടൂല. ഇതാണ് ആര്യബാബു, ഇതാണ് തൻസില, പിന്നെ ഞങ്ങൾ എത്താറായിട്ട്. ഈ സ്നേഹ സിന്ദൂര മന്ദഹാസത്തിലേതു ജന്മസുഹൃതം. അങ്ങനെ ഞാൻ ബ്രേക്കിൽ ഇറങ്ങിയ ടൈമാണ്. അങ്ങനെ ഇറങ്ങി വന്നു. സോട്ടേല എന്തായാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൊക്കെ ചെയ്യാം. ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. എന്നാലും എനിക്ക് വീട്ടിൽ പോകണം. അങ്ങനെ വീട്ടിൽ പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിയട്ടെ അല്ലേ? അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി ഹോസ്റ്റലിലോട്ട് പോവാണ്. ലിഫ്റ്റ് വരുന്നു നോക്കിക്കാം. അതാണ് ഇപ്പോഴത്തെ പണി. നോക്കിക്കേ, കേറുന്നു. അങ്ങനെ സീറോ നിൽക്കുന്നു, നമ്മളിവിടെ ഇരിക്കുന്നു. സോറി ഗൈസ്, പോകാനായിട്ട് പറ്റത്തില്ല. ഇതാണ് ഹാജിറ, ഇതാണ് അഭിരാമി. ഹായ് പറയും. എന്നാ പിന്നെ ഹോസ്റ്റലെത്തിരാ. ബൈ. അങ്ങനെ റൂമിലെത്തി. ഇനി ഫ്രഷ് ആവുക, ഉറങ്ങുക. ഇതാണ് ഇന്ന് എന്റെ ദിവസം എന്ന് പറയുന്നത്. എന്നാ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.